ഹായ്, എല്ലാവർക്കും ആനക്കാര്യം ചേനക്കാര്യം പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. എൻ്റെ പേര് തനു കുര്യൻ. ഇവിടെ എൻ്റെയും നിങ്ങളുടെയും ചെറുതും വലുതുമായുള്ള അനുഭവങ്ങൾ, താല്പര്യങ്ങൾ, യാത്രകൾ, പരിഗണനകൾ, അതായത് ചോയ്സസ് എന്നിവ പങ്കിടാം. ആഫ്റ്റർ ഓൾ, എൻ്റെയും നിങ്ങളുടെയും നിറമുള്ള കഥകളുടെ കൂട്ടുചേരലാണല്ലോ ജീവിതം. ചിലപ്പോൾ ഒരാളുടെ ജീവിതം മറ്റൊരാൾക്ക് ആത്മവിശ്വാസം പകരാൻ കഴിഞ്ഞേക്കാം, അല്ലെങ്കിൽ ഒരാളുടെ അനുഭവങ്ങൾ മറ്റൊരാളുടെ പ്രത്യക്ഷകൾക്ക് ഉണർവുണ്ടാക്കാം. ഓർ സംബഡീസ് ചോയ്സസ് മറ്റൊരാളുടെ ജീവിത യാത്രകൾക്ക് പുതു ആശയങ്ങൾ നൽകാം. ഇതൊന്നുമില്ലെങ്കിൽ മറ്റൊരാളുടെ ജീവിതത്തിലേക്ക് ആ കിളിവാതിലിലൂടെ ഒരു എത്തി നോട്ടം. Benny and Catherine, welcome to ആനക്കാര്യം ചേനക്കാര്യം. താങ്ക് യു ഈ സമയം ഞങ്ങൾക്ക് വേണ്ടി മാറ്റിവെച്ചതിന്. കാത്രിൻ തങ്കം ഒരു ഡാൻസറാണ്, ആക്ടറാണ്. കുവൈറ്റിൽ വളർന്ന് പിന്നെ USA-ലായിരുന്നു. കാത്രിന് വേറൊരു വിധത്തിലും ഫേമസ് ആണ്, ബെറ്റർ ഹാഫ് ഓഫ് ബെന്നി ദയാൽ. ആൻഡ് ബെന്നി ദയാൽ എന്ന് പറഞ്ഞാൽ ബെസ്റ്റ് ഹാഫ് ഓഫ് ബെന്നി ദയാൽ. ആൻഡ് ബെന്നി ദയാൽ എന്ന് പറഞ്ഞാൽ ആർക്കും ഒരു ഇൻട്രഡക്ഷൻ വേണ്ട, എല്ലാവർക്കും വോയിസ് അറിയാം. ആൻ അമേസിംഗ് റെpertoire ഓഫ് മ്യൂസിക്. പിന്നെ എത്ര ഭാഷയിലാണ് പാടുന്നത്. അബുദാബിയിൽ വളർന്ന് ഒരു മലയാളിക്ക് എങ്ങനെ അറിയാം ഈ ബംഗാളി, മറാഠി, ഗുജറാത്തി ആ ലാംഗ്വേജിലൊക്കെ എങ്ങനെയാ ആ ഇൻറ്റനേഷൻ, ആക്സെന്റ് ഒക്കെ കിട്ടുന്നത്, അതുപോലെ പാടാനായിട്ട്. അപ്പം ബെന്നിയുടെ ഈ മ്യൂസിക്കൽ ജേർണിയിലേക്ക് ഞങ്ങളെ ഒന്ന് കൊണ്ടുപോകാമോ? കണ്ടിപ്പാ, ഷുവർ ആയിട്ടും. ഇപ്പൊ ഞാൻ തുടങ്ങണോ അല്ലേ? എന്റെ ദൈവമേ, ഓക്കെ, എങ്ങനെ തുടങ്ങാ? കാനന ചായയിലാടുവയ്ക്കാം ഞാനും വരട്ടയോ നിന്റെ കൂടെ എന്ന് സംഗീതം നമ്മുടെ അടുത്ത് ചോദിച്ചപ്പോൾ എനിക്ക് പറയാൻ പറ്റിയത് ദിൽസേരേ ദിൽസേരേ. സോ ദാറ്റ്സ് എക്സാക്ട്ലി ഹൗ എൻ്റെ ജേർണി തുടങ്ങിയത്. അങ്ങനെയാണ് എന്ന് വെച്ചാൽ, ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെറുപ്രായത്തിൽ നിന്നും ഞാൻ കൂടുതലും വീട്ടിൽ പാട്ട് കേട്ടുകൊണ്ടിരുന്നത് മലയാളം പാട്ടുകളായിരുന്നു. ഇപ്പോൾ മലയാളം സിനിമ പാട്ടുകളും, പിന്നെ അത് കഴിഞ്ഞ് കുറച്ച് നാളൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും പാട്ടൊക്കെ പഠിച്ചു തുടങ്ങി, കർണാട്ടിക് പഠിച്ചു തുടങ്ങി. എൻ്റെ കൂടെ ഡാൻസും പഠിക്കുമായിരുന്നു. എനിക്ക് ശരിക്കും പറഞ്ഞാൽ എൻ്റെ കരിയറിൻ്റെ സക്സസ് എന്ന് വെച്ചാൽ, എൻ്റെ സിംഗിങ്ങിൻ്റെ സക്സസ് എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി ബിക്കോസ് ഓഫ് എൻ്റെ ഡാൻസിങ് കാരണമാണ്. ആക്ച്വലി എനിക്ക് ഡാൻസ് അറിയാവുന്നതുകൊണ്ടാണ്, ഡാൻസ് പഠിച്ചതുകൊണ്ടാണ് എനിക്ക് എൻ്റെ സിംഗിങ്ങും ബെറ്റർ ആയത്. സോ എന്താ പറയുക, നമുക്കറിയത്തില്ല, ഈ സിംഗിങ് മാത്രം പഠിച്ചാൽ പോരല്ലോ. ആ സിംഗിങ്ങിൽ ഒരു റിതം എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് നമുക്ക് നമ്മുടെ ശരീരത്തിൽ ശരിക്കും ഒരു കോറായിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി ഡാൻസ് അറിഞ്ഞിരിക്കണമെന്ന് എനിക്ക് ഒരു ഇതുണ്ട്, ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡുണ്ട് അതിനോട്. സോ ദാറ്റ് ഈസ് വൈ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോൾ 3-4 വയസ്സിൽ ഞാൻ ഡാൻസും പാട്ടും പഠിച്ചു തുടങ്ങി. അപ്പം അങ്ങനെ പാട്ട് കർണാട്ടിക്കായിരുന്നു പഠിച്ചു തുടങ്ങി. അത് കഴിഞ്ഞ് നേരെ നമുക്ക് ഒത്തിരി വർഷമൊക്കെ പഠിച്ചു, ഇങ്ങനെ സ്റ്റേജ് കോമ്പറ്റീഷൻസിലൊക്കെ പോയി പിന്നെ അവസാനം എന്താ പറയുക, നമ്മൾ ഈ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ റോജ ഇറങ്ങി. അങ്ങനെ റഹ്മാൻ സാറിൻ്റെ ഭയങ്കര ഒരു ഫാനായി. പിന്നെ അങ്ങനെ ഓരോരോ പടങ്ങൾ ഇറങ്ങി അവസാനം 98-ലായിരുന്നു ദിൽസെ ഇറങ്ങിയപ്പോഴത്തേക്കും ഇറ്റ് വാസ് ഒരു ഭയങ്കര റേജ് ആയിരുന്നു ആ ആൽബം വന്നപ്പോൾ. എന്ന് വെച്ചാൽ നമ്മൾ തന്നെ ഞെട്ടിപ്പോയി, ഓഹ് മൈ ഗോഡ്, വാട്ട് ആൻ ആൽബം എന്ന്. ഒരു ദിവസം സ്കൂളിൽ പോകുന്ന സമയത്ത് ഞാൻ കേട്ടൊരു പാട്ടായിരുന്നു ഓപ്പണിംഗ് സോങ് ദിൽസെ. അപ്പം അത് കേട്ട് ഞാൻ ഭയങ്കരമായിട്ട് ഞാൻ വിചാരിച്ചു, ഈ പാട്ടിൻ്റെ ഒരു എന്താ പറയുക, സിനാരിയോ ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുക. എന്ന് വെച്ചാൽ പഴയ സിംഗേഴ്സൊന്നും അല്ല ഇപ്പോൾ പാടുന്നത്, എല്ലാം പുതിയ സിംഗേഴ്സ്. അത് എല്ലാ പാടത്തിലും പുതിയ സിംഗേഴ്സാണ്. അപ്പം അങ്ങനെ വിചാരിച്ചു. ഞാൻ അന്ന് ആ പാട്ട് കേട്ട അന്ന് ഞാൻ ഡിസൈഡ് ചെയ്ത, ദൈവം, എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ പാട്ട് പാടുക എന്നുള്ള ഒരു സന്തോഷം വേറെ ഒന്നിൽ നിന്നും കിട്ടത്തില്ല. സോ ഐ വാസ് വെരി ഷുവർ ദാറ്റ് ഞാനൊരു സിംഗർ തന്നെ ആവും, ഒരു മ്യൂസിഷ്യൻ തന്നെ ആവുമെന്ന്. സോ അങ്ങനെ തുടങ്ങി. ആ ഒരു പ്രാന്ത് 9ാം ക്ലാസ്സിൽ തുടങ്ങി, 12ാം ക്ലാസ് വരെ പോയി. പിന്നെ വീട്ടിൽ അടിപൊളിയായിരുന്നു. ഐ വാസ് ഫൈറ്റിംഗ് വിത്ത് മൈ ഫാദർ ലൈക്ക് ടു കം ടു ചെന്നൈ. പിന്നെ ആ ഒരു 2.5 മാസം നമ്മൾ ശരിക്കും പറഞ്ഞാൽ എൻ്റെ ഫൈനൽ എക്സാം കഴിഞ്ഞ് മിണ്ടിയില്ല, നമ്മൾ രണ്ടുപേരും സംസാരിച്ചു പോലുമില്ല. എന്ന് വെച്ചാൽ എനിക്ക് ചെന്നൈ പോകണം, അച്ഛന് ഞാൻ സിംബയോസിസ് കോളേജ് പൂനെയിൽ പോയി പഠിക്കണം എന്ന് പറഞ്ഞ്. അപ്പോൾ ഈ എന്താ പറയുക തർക്കം ഉണ്ടായപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു, ഓക്കെ ഫൈൻ, ഇത് ശരിയാവത്തില്ല. എന്നിട്ട് ഞാൻ തന്നെ പറഞ്ഞു, ഇഫ് ഐ എം ഗോയിങ് ടു ചെന്നൈ. എന്നിട്ട് അച്ഛൻ ചോദിച്ചു, അപ്പോൾ പഠിത്തോ? ഞാൻ പറഞ്ഞു പഠിക്കാം,
കോളേജ് പോകാനല്ലേ പോകുന്നത്. പക്ഷെ ഇവൻച്വലി എനിക്ക് അവിടെ തന്നെ എൻ്റെ മ്യൂസിക്കൽ കരിയറിലോട്ട് എനിക്ക് കയറാമല്ലോ എന്നുള്ളൊരു പ്ലാനിലാണ് ഞാൻ അവിടെ ചെന്നത്. പിന്നെ അങ്ങനെ വന്ന് MCC ജോയിൻ ചെയ്തു. അവിടെ കോളേജ് കൾച്ചറൽസ്, പിന്നെ അവിടുന്ന് ഒത്തിരി കൾച്ചറൽസ് പാടി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു തുടങ്ങി ഞാൻ സ്റ്റേജിൽ പാടുന്നത്. അപ്പം അങ്ങനെ പിന്നെ മെയിൻലി IIT സാറങ്, IIT ചെന്നൈ, അവിടുത്തെ കൾച്ചറൽസിൽ സാറങ്ങൾ എപ്പോഴും പോയി പ്രൈസ് മേടിക്കുമായിരുന്നു. അങ്ങനെ ഒരു ജേർണിയായി. പിന്നെ പോണ്ടിച്ചേരി, അങ്ങനെയൊക്കെ പല കോളേജസിലൊക്കെ പോയി നമ്മളിങ്ങനെ കമ്പീറ്റ് ചെയ്ത് പിന്നെ ആ കോളേജ് മ്യൂസിഷ്യൻ സർക്കിളിൽ ഒരു പേരായി. പിന്നെ അത് കഴിഞ്ഞ് S5 എന്നൊരു ബാൻഡ്, ഡ്യൂ ടു SS മ്യൂസിക് വോയിസ് ഹണ്ട് ത്രൂ അവരൊരു ബാൻഡ് തുടങ്ങി. അതൊരു വോയിസ് ഹണ്ട് ആയിരുന്നു. ഇന്നത്തെ കാലത്തിൽ നമ്മൾ റിയാലിറ്റി ഷോ എന്ന് പറയുന്നെങ്കിൽ അന്നൊരു വോയിസ് ഹണ്ട് മാത്രം, അതിനകത്ത് റിയാലിറ്റി ഇല്ല, ജസ്റ്റ് വെറും ടാലൻറ്റ് ഹണ്ട് അവർ ഷോക്കേസ് ചെയ്യുന്ന ഒരു ഷോ ആയിരുന്നു. അപ്പോൾ അതിൽ ചെന്നു, അതിൽ ജയിച്ചു. പിന്നെ സോണി മ്യൂസിക്കായിട്ടും നമ്മൾ ഒരു ടൈപ്പായി, ഈ ആൽബം റിലീസായി. ആൽബം ലോഞ്ച് ചെയ്ത റഹ്മാൻ സാറായിരുന്നു. അന്ന് ഭയങ്കര ഒരു എക്സൈറ്റിംഗ് ദിവസമായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അതൊന്നും ഓർമ്മയില്ല ആദ്യമായിട്ട് മീറ്റ് ചെയ്യുന്ന സമയത്ത്, ശരിക്കും സ്റ്റുഡിയോയിൽ പിന്നെ മീറ്റ് ചെയ്യുമ്പോൾ. അത് കഴിഞ്ഞു 2 വർഷം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്തായിരുന്നു എൻ്റെ ഒരു സീനിയർ ഉണ്ട്, പവൻ സാക്കറ എന്ന് പറഞ്ഞിട്ട്. പവൻ എന്നെ രാമിൻ്റെ സീനിയറാണ്, 1 year സീനിയറാണ് ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ അങ്ങനെ തുടങ്ങി. ഞാൻ ജോയിൻ ചെയ്ത 3ാമത്തെ ദിവസം എനിക്ക് റഹ്മാൻ സാറിൻ്റെ സ്റ്റുഡിയോന്ന് കോൾ വന്നു. അങ്ങനെ സ്റ്റുഡിയോ പോയി പാടാൻ തുടങ്ങിയതും അവിടുന്ന് പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് നോ ലുക്കിംഗ് ബാക്ക് എന്ന് വെച്ചാൽ അദ്ദേഹത്തിന് ഭയങ്കരമായിട്ട് ഇമ്പ്രസ്സായി. ഒത്തിരി ലാംഗ്വേജസിലൊക്കെ പാടുന്നല്ലോ, ഒത്തിരി സ്റ്റൈൽസിൽ പാടുന്നല്ലോ എന്നുള്ളൊരു ഔട്ട്ലുക്ക് അദ്ദേഹത്തിന് മൊത്തത്തിലൊന്ന് മനസ്സിലായപ്പോഴത്തേക്കും he started implementing me in most of the songs that he was trying to pitch to the directors. അപ്പോൾ അങ്ങനെ തുടങ്ങി പാടി പിന്നെ പാട്ടുകളൊക്കെ നന്നായിട്ട് റിലീസായി. അങ്ങനെ ഞാൻ എൻ്റെ ജോലി രാജിവെച്ച് അത് കഴിഞ്ഞ് പിന്നെ അങ്ങോട്ട് ടൂറിങ്, സിംഗിങ്, പിന്നെ ബാക്ക് ടു ബാക്ക് എല്ലാ കമ്പോസേഴ്സും വിളിച്ചു തുടങ്ങി. ദെൻ അങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അതാണ് സ്റ്റാർട്ടിങ് ഓഫ് ദ ജേർണി. You would say, അപ്പം നമ്മളിപ്പം ഈ ആഫ്രിക്കൻ സിംഗേഴ്സിനെ കേൾക്കുമ്പോഴും they are also very good അല്ലേ, അവരുടെ വോക്കൽസ് ഒക്കെ, and that also is the fact that they dance really well also. So you're saying that dance, that rhythm, full body, I mean even I think ഒരു സിംഗർ ആണെങ്കിൽ ഒരു ആക്ടർ ആവാനും നല്ലൊരു ഇതാണ്, because if you can emote that feeling. So that's what. അല്ല, അത് ഡാൻസിൽ തന്നെ ഉണ്ടല്ലോ. നമ്മുടെ എന്താ പറയാ, ഭരതനാട്യം ഞാൻ ചെറുപ്പത്തിൽ ഞാനൊരു 14 വർഷം പഠിച്ചപ്പോൾ തന്നെ ക്യാത്തിയും 7-8 years ഭരതനാട്യം ട്രെയിൻ ഡാൻസറാണ്. ഇപ്പോൾ കഥക് പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ അതല്ലാണ്ട് എന്ന് വെച്ചാൽ അതിനകത്ത് ഭാവങ്ങളുണ്ടല്ലോ, എക്സ്പ്രഷൻസ്. സോ ദാറ്റ് ടീച്ചസ് യു ടു, അത് ശരിക്കും നമുക്ക് ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ പറ്റും ഇഫ് ഇറ്റ് കംസ് ടു ആക്ടിങ് ഓൾസോ. ബട്ട് മോസ്റ്റ്ലി സിംഗിങ്, എൻ്റെ മെയിൻ ഇൻസ്പിറേഷൻ എന്ന് പറയുന്നത് മൈക്കിൾ ജാക്സൺ ആയിരുന്നു. പക്ഷേ മൈക്കിൾ ജാക്സൻ്റെ ഹീ ഈസ് സിംഗിങ് ആൻഡ് ഡാൻസിങ്. ഹീ ഈസ് ലൈക്ക് ദ ഫസ്റ്റ് പേഴ്സൺ ടു റിയലി എലിവേറ്റ് ദാറ്റ് ക്രാഫ്റ്റ്. എല്ലാവർക്കും മനസ്സിലാവുന്ന തരത്തിൽ എന്ന് വെച്ചാൽ അതിന് മുന്നേ ജെയിംസ് ബ്രൗൺ ഉണ്ടായിരുന്നു. പക്ഷേ ജെയിംസ് ബ്രൗൺ ഇസ് അമേസിങ്. പക്ഷെ അതല്ലാണ്ട് ശരിക്കും നെക്സ്റ്റ് ലെവൽ ലൈറ്റിംഗ്, സ്റ്റേജ് പെർഫോമൻസ്, ഡാൻസേഴ്സ്, സിംഗിങ് പെർഫെക്റ്റ്ലി, കോസ്റ്റ്യൂം ചേഞ്ചസ്, ഇങ്ങനത്തെ പല സംഭവങ്ങൾ കൊണ്ടുവന്ന അദ്ദേഹമായിരുന്നു. സോ ഐ ഓ മൈ എൻറ്റയർ ലൈഫ് ടു ജസ്റ്റ് മൈക്കിൾ ജാക്സൺ. എന്ന് വെച്ചാൽ അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് വീഡിയോ കാസറ്റ് ആയിരുന്നു ആദ്യം കിട്ടിയിരുന്നത് ചെറുപ്പത്തിൽ, ഒരു 4ാമത്തെ വയസ്സിൽ. അങ്ങനെ എനിക്ക് ബ്രേക്ക് ഡാൻസ് ഭ്രാന്തായി. പിന്നെ എനിക്ക് ഡാൻസ് പഠിക്കണമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എന്നെ ഭരതനാട്യം ക്ലാസ്സിന് കൊണ്ടാക്കിയത്. അത് അവിടെ ആയിരുന്നു കോമഡി. ഞാൻ വിചാരിച്ച ബ്രേക്ക് ഡാൻസ് ആണെന്ന്. ഞാൻ ഡാൻസ് ക്ലാസ് എന്ന് പറഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ചെന്നപ്പോഴത്തേക്ക് ഭരതനാട്യം മൊത്തം പെമ്പിള്ളായിരുന്നു, ഞാൻ മാത്രം പയ്യൻ അവിടെ. അപ്പോൾ അതാണെങ്കിൽ എനിക്ക് ശരിക്കും ഒരുമാതിരി അമ്മ എനിക്ക് പാര വെച്ചാണ് അത്. സോ ഒരു എസ്കേപ്പ് ഇല്ലാണ്ടായിപ്പോയി. പിന്നെ പറഞ്ഞാൽ ഇതൊക്കെ എൻ്റെ ടീച്ചർ പറഞ്ഞു, ഞാൻ ഉള്ള കാര്യം പറയാം, എനിക്ക് ബ്രേക്ക് ഡാൻസ് ഒന്നും അറിയത്തില്ല, ഞാൻ പഠിക്കുന്നത് ഭരതനാട്യമാണ്. അപ്പോൾ എൻ്റെ അമ്മ പറഞ്ഞു, എൻ്റെ മോൻ അതെന്നെയാണ് പഠിക്കാൻ പോകുന്നത്. ഞാൻ പറഞ്ഞു, ഇല്ലില്ല എനിക്കത് പഠിക്കണ്ട. ഞാൻ പറഞ്ഞു, എനിക്കത് പഠിക്കാൻ ഒരു ആഗ്രഹമില്ല. ആൻഡ് ഫൈനലി ഐ എൻഡഡ് അപ്പ് ലേണിംഗ്, ബട്ട് ഇറ്റ് ഡിഡ് റിയലി വെൽ ഫോർ മീ.
That's really hilarious. But അതൊരു ഭരതനാട്യം പഠിക്കാനായിട്ട് ഞാനും പോയ കൊച്ചിലെ ഭരതനാട്യം എനിക്ക് ഡാൻസ് ചെയ്യാൻ വലിയ ഇഷ്ടം, ബാലെ ഡാൻസർ ആവണമായിരുന്നു ഒക്കെയാണ്. ഭരതനാട്യം പഠിക്കാൻ പോയി 1 മാസം കഴിഞ്ഞ് ഞാൻ നിർത്തി. ബിക്കോസ് 1 മാസത്തിൽ ഒരു സ്റ്റെപ്പ് മാത്രമേ പഠിച്ചുള്ളൂ. അത് കഴിഞ്ഞ് ഇറ്റ് വാസ് നോട്ട് പ്രോഗ്രസിങ്. എനിക്കാണെങ്കിൽ എല്ലാം ധൃതിക്കെല്ലാം പഠിക്കണമായിരുന്നു. അതുകൊണ്ട് സോ ഐ ഗോട്ട് സോ ബോർഡ്. ടീച്ചറിന്റെ പ്രശ്നമാണത്, ടീച്ചറിന്റെ പ്രോബ്ലം. അപ്പം അങ്ങനെ ആയിരിക്കും. അപ്പോൾ ഒരു മാസം ഒരു സ്റ്റെപ്പ് പഠിച്ച് എനിക്ക് ബോറടിച്ച് ഞാൻ പറഞ്ഞു ഓക്കെ താങ്ക് യു ബൈ ബൈ പറഞ്ഞിട്ട് പോയി. Yeah, what a story. Actually, when we went to Benny's house, I found one of his old books. His mom used to write lyrics and everything and steps and all these things for him to do. So you will see all the things on her writing on one side. On the next page, it'll be his writing saying, I hate my life. Oh my god. പക്ഷെ അത് ഇറ്റ്സ് ഗോട്ട് യു ടു സച്ച് എ പൊസിഷൻ അല്ലേ? അപ്പം അതെല്ലാം ഇൻ റെട്രോസ്പെക്റ്റ് നോക്കുമ്പം അതൊക്കെ വാസ് വെരി ഹെൽപ്ഫുൾ ഫോർ യുവർ ജേർണി. ബട്ട് എനിക്ക് വേറെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇപ്പം യു സെഡ് യു വർ ദെയർ കോളേജിൽ ബാൻഡൊക്കെ പോയി കളിച്ചു, അതൊക്കെ ചെയ്തിട്ടുണ്ട്. ബട്ട് ഇന്ത്യയിൽ നമ്മൾ നോക്കുമ്പം ഇന്ത്യൻ സിംഗേഴ്സ് ഇപ്പോൾ വരെ ദേ ആർ ഓൺലി ഫേമസ് ബിക്കോസ് ആസ് പ്ലേ ബാക്ക് സിംഗേഴ്സ്. വെറസ് ലൈക്ക് യു സെഡ് മൈക്കിൾ ജാക്സൺ, മഡോണ, അങ്ങനത്തെ ആൾക്കാരൊക്കെ ഇന്റർനാഷണലി ദേ ആർ ഫേമസ് ഫോർ ദ ഓൺ സോങ്സ് ദാറ്റ് ദേ റൈറ്റ് ആൻഡ് ക്രിയേറ്റ്. ഇപ്പം നമുക്ക് ഇന്ത്യയിലുണ്ട്, യുനോ ഇറ്റ് സ്റ്റാർട്ടഡ് ഓഫ് കെ ഉണ്ടായിരുന്നു, ദെൻ വി ഹാവ് തൈക്കുടം ബ്രിഡ്ജ് ആൻഡ് ദെൻ ഐ തിങ്ക് മദർ ജെയിൻ, പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് അവിയൽ ബാൻഡ്. അപ്പം അവരൊക്കെ ഇത് ചെയ്യുന്നുണ്ട്. ബട്ട് വാട്ട് ഡു യു തിങ്ക് അതിൻ്റെ ആ ഫ്യൂച്ചർ? ബിക്കോസ് നമ്മളിപ്പം ഇന്ത്യൻ ഐഡൽ കാണുവാണെങ്കിലും ദർ ആർ അതർ മ്യൂസിക്കൽ ഷോസ് ദാറ്റ് ആർ ഗോയിങ് ഓൺ ഓൾ ഓവർ ദ കൺട്രി ഇൻ ഡിഫറെൻറ്റ് ലാംഗ്വേജസ്. ബട്ട് ഓൾ ഓഫ് ദം അവരുടെ എല്ലാവരുടെയും ഒരു ആംബിഷൻ എന്ന് പറഞ്ഞാൽ പ്ലേ ബാക്ക് സിംഗർ ആകണം എന്നാണ്, നോട്ട് ടു ആക്ച്വലി ബിക്കം എ സിംഗർ ഓൺ ദെയർ ഓൺ റൈറ്റ്. സോ വാട്ട് ഡു യു തിങ്ക് ഇസ് ദ ഫ്യൂച്ചർ ഫോർ ദാറ്റ്? ആക്ച്വലി ഞാൻ പടത്തിൽ പാടുന്നതിന് മുന്നേ ഐ യൂസ് ടു റൈറ്റ് മൈ ഓൺ സോങ്സ്, പാടി തുടങ്ങുന്നതിന് മുന്നേ. ആൻഡ് ഐ വാസ് എൻ ഇൻഡി മ്യൂസിഷ്യൻ ഓൺലി. എൻ്റെ ഒരു ബാൻഡും ഉണ്ടായിരുന്നു. പക്ഷെ അന്നൊന്നും ലേബിൾസ് ഒന്നും ഇൻഡി ബാൻഡ്സിന് അങ്ങനെ ഇത് കൊടുക്കത്തില്ല. എന്താ പറയുക, ആൽബംസ് ക്രിയേറ്റ് ചെയ്യാൻ ആൽബംസ് കമ്പൈൽ ചെയ്യാനുള്ളൊരു എന്താ പറയുക, ലേബിൾസ് ഡോണ്ട് ഗിവ് ദം എ കോൺട്രാക്ട്. അത് കാരണം ഞാൻ ആക്ച്വലി ഐ ബീൻ എൻ ഇൻഡി മ്യൂസിഷ്യൻ ഫോർ സോ ലോങ്. അതുകൊണ്ട് ഈവൻ മൈ ബാൻഡ് ഫങ്ക്ച്വേഷൻ നമ്മളുടെ സ്വന്തം ആൽബംസ് ഉണ്ട്. സോ വി ആർ വർക്കിംഗ് ഓൺ അവർ സെക്കൻഡ് ആൽബം റൈറ്റ്. ഫസ്റ്റ് ആൽബം 2019 നമ്മൾ ഒരെണ്ണം റിലീസ് ചെയ്തിരുന്നു തമിഴില്. സോ ദ പ്രോബ്ലം ഇസ് കൾച്ചർ ഡിഫറൻസ് ആണ്. നമ്മുടെ നാട്ടിൽ പടങ്ങളിൽ കൂടെയാണ് എല്ലാവർക്കും എന്റർടൈൻമെന്റ് കിട്ടിക്കൊണ്ടിരുന്നത്. പക്ഷേ അമേരിക്കയിലെന്ന് പറയുന്നത് സ്വന്തമായി പാട്ട് എഴുതുക, സ്വന്തമായി ആ പാട്ടിനെ റെപ്രസെന്റ് ചെയ്യുക, യു ബിക്കം ദ ഫേസ് ഓഫ് ദാറ്റ് മ്യൂസിക് എന്നുള്ളൊരു കൾച്ചർ നമ്മുടെ നാട്ടിൽ ഇതുവരെ വന്നിട്ടില്ല. ഇന്നും ഞാൻ ഉള്ള കാര്യം പറയട്ടെ, ലൈക്ക് ഒരു സൂരജ് സന്തോഷ് ആയാലും ഒരു തൈക്കടമായാലും അവർക്ക് വേറെ ഒരു ഫേമസ് പേഴ്സണാലിറ്റി ആ വീഡിയോയിൽ റെപ്രസെൻ്റ് ആയില്ലെങ്കിൽ അത് റീച്ച് ആവില്ല എന്നുള്ളൊരു ബിലീഫുണ്ട്. ലൈക്ക് റീസെൻ്റ്ലി ഞാനൊരു വീഡിയോ കണ്ടിരുന്നു, വെൻ ചായ് മെറ്റ് ടോസ്റ്റ് എന്ന് പറയുന്ന ഒരു ബാൻഡുണ്ട്. അപ്പോൾ വെൻ ചായ് മെറ്റ് ടോസ്റ്റിനകത്തൊരു വോക്കലിസ്റ്റാണ് അശ്വൻ. അപ്പോൾ അശ്വൻ്റെ കൂടെ നമ്മുടെ കുംബ്ലാങ്ങി നൈറ്റ്സ് ഹെലൻ അഭിനയിച്ച മെയിൻ ആക്ട്രസിന്റെ പേരെന്താ എനിക്കറിയത്തില്ല, ഞാൻ കണ്ടില്ല കുംബ്ലാങ്ങി നൈറ്റ്സ്. ഇറ്റ്സ് ഓൺ മൈ ലിസ്റ്റ് ടു വാച്ച്. കറക്റ്റ്, ഓക്കെ. അതിനകത്ത് മെയിൻ ലീഡ് ആക്ട്രസ് ഐ തിങ്ക് ആൻ ആണ്, എന്താണ് ഒരു പേര് ഞാൻ ഓർമ്മയില്ല പേര്. ആ കുട്ടി ആ വീഡിയോയിലുണ്ട്. അത് കാരണം വീഡിയോന് ഭയങ്കര റീച്ചാണ്. സോ വാട്ട് ഹാപ്പൻസ് ഇസ് ഈവൻ ഇൻ തമിഴ് ഇറ്റ് ഇസ് ലൈക്ക് ദാറ്റ്. ലൈക്ക് തമിഴ് ഇൻഡസ്ട്രിയിൽ ഞാൻ TV ഷോസൊക്കെ ചെയ്യുന്നതുകൊണ്ട് ഞാൻ നോട്ടീസ് ചെയ്തിട്ടുള്ളൊരു കാര്യം അതാണ്. ലൈക്ക് ഒരു പുതിയ ഇൻഡി സോങ് ചെയ്യുവാണെങ്കിൽ അതിനകത്തൊരു വലിയ എല്ലാവരും അറിയുന്ന ഒരു ഫേസ് ഉണ്ടായിരിക്കണം എന്നായിരിക്കും എപ്പോഴും പ്രൊഡക്ഷൻ ഹൗസിൻ്റെ അല്ലെങ്കിൽ ലേബിളിൻ്റെ ഒരു പുഷ്. സോ ഇവിടെയും ഇപ്പോൾ ഹിന്ദിയിലും ഇവിടെ ബോംബെയിലും അങ്ങനത്തെ ഒത്തിരി പ്രോജക്ട്സ് റിലീസ് ചെയ്യുന്നുണ്ട്. പക്ഷെ അതിനകത്ത് വലിയ ആക്ടേഴ്സ് ആയിരിക്കും അതിനകത്ത് ഫീച്ചർ ചെയ്യുന്നത്. എന്നിട്ടും സിംഗേഴ്സ് വെറും പ്ലേ ബാക്ക് സിംഗറായി എന്താ പറയുക റിമെയിൻ ആവുകയാണ്, അങ്ങനെ തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് വലിയ ചേഞ്ചസ് ഒന്നുമില്ല. ബട്ട് ഡെഫിനറ്റ്ലി ലോട്ട് ഓഫ് ബാൻഡ്സ് ദേ ഡു റൈറ്റ് ദിയർ ഓൺ മ്യൂസിക്. മലയാളി ഓഡിയൻസിന് വേണ്ടിയിട്ട് ഡെഫിനറ്റ്ലി തൈക്കുടം ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാമായിരിക്കാം. പക്ഷേ എന്താ പറയുക, ബാക്കി ഡയസ്പോറയിലുള്ള ആൾക്കാർക്ക് വളരെ കുറച്ച് പേരെ അവർ ഫോളോ ചെയ്യുന്നുള്ളൂ. മലയാളികൾ എന്ന് പറയുന്നത് നമ്മുടെ മലയാളം സിനിമ അല്ലെങ്കിൽ മലയാളം ഇൻഡസ്ട്രി, ആർട്ട് ആൻഡ് എൻ്റർടൈൻമെൻറ്റ് ഇൻഡസ്ട്രി എന്ന് പറയുന്നത് ഇപ്പം വളരെ അധികമായിട്ട് വികസിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മാധ്യമമാണ്. സോ അവിടെ ആൾക്കാർ എന്താ പറയുക, ദേ നോട്ട് ഹോൾഡിങ് ബാക്ക് ഇൻ ടേംസ് ഓഫ് സിനിമ ആയാലും പാട്ടായാലും സ്ക്രിപ്റ്റ് ആയാലും
കോൺസെപ്റ്റ്സ് ആയാലും ഇഷ്യൂസ് ആയാലും കോൺട്രവേഴ്സീസ് ആയാലും എല്ലാം ദേ ആർ പുട്ടിങ് ഇറ്റ് ഓൾ ഫോർവേഡ് ഫോർ പീപ്പിൾ ടു നോ. അതുകൊണ്ട് നമുക്ക് പറയാൻ പറ്റും തൈക്കോട് ബ്രിഡ്ജ് എല്ലാവർക്കും അറിയാം, എല്ലാവർക്കും സൂരജ് സന്തോഷിനെ അറിയാം, അവർക്ക് മസാല കോഫി അറിയാം. So all those names come very famous to all the Malayalis all over the world. That is exactly why താങ്കൾ ലണ്ടനിലിരുന്ന് അതിനെക്കുറിച്ച് സംസാരിക്കണമെന്നുണ്ടെങ്കിൽ it has reached you that far, and that's also because of our community who is very open. Definitely ഇത് പറഞ്ഞേ തീരും. പക്ഷെ എന്ന് വെച്ചാൽ മലയാളം നമുക്കറിയാം, മലയാളം TV ഷോയിൽ തന്നെ, ഒരു റിയാലിറ്റി ഷോയിൽ തന്നെ അവർ മലയാളം അല്ലാണ്ട് തമിഴ് പാടും, ഹിന്ദി പാടും, തെലുങ്ക് പാടും. So it's a very open എന്താ പറയുക കമ്മ്യൂണിറ്റി, സൊസൈറ്റി, ഓപ്പൺ ടു ഓൾ ദോസ് തിങ്സ്. പക്ഷെ തമിഴിൽ ചെന്ന് കഴിഞ്ഞാൽ തമിഴ് മാത്രം, ഹിന്ദി ചെന്നാൽ ഹിന്ദി മാത്രം, വേറെ ഒന്നും പാടില്ല. സോ അതുകൊണ്ട് അത് എനിക്കൊരു സർപ്രൈസ് ആണ്. ബിക്കോസ് നമ്മൾ മലയാളീസ് വി ആർ ലൈക്ക് യു സെഡ് വി കൻ സ്പീക്ക് തമിഴ്, വി കൻ ഒരു കുറച്ച് തെലുഗു സംസാരിക്കാം. അപ്പം നമ്മളിപ്പോൾ ഒരു തമിഴ് ആൾ സംസാരിക്കുമ്പോൾ നമുക്ക് അറ്റ്ലീസ്റ്റ് ഒരു ഏകദേശം ഒരു 50% അവർ പറഞ്ഞ് നമുക്ക് മനസ്സിലാവും. ബിക്കോസ് സം ഓഫ് ദ വേർഡ്സ് ആർ സിമിലർ. പക്ഷേ നേരെ മറിച്ച് തിരിച്ച് തമിഴിയൻസ് നമ്മൾ മലയാളം പറയുന്നത് കേൾക്കുമ്പം ഒന്നും മനസ്സിലാത്ത, പിന്നെ അവർക്ക് ഭയങ്കര അതിശയം, അപ്പം എങ്ങനെ തമിഴ് അറിയാം? അപ്പം ഐ ഫൈൻഡ് ഇറ്റ് വെരി സ്ട്രേഞ്ച് ദാറ്റ് അവരുടെ ആ ഇയർ ദേ ഡോണ്ട്, അവരുടെ ആ ലാംഗ്വേജിൽ സംസാരിച്ചില്ലെങ്കിൽ ദേ കാൺ സീ ദ സിമിലാരിറ്റീസ്. ആൻഡ് ഐ തിങ്ക് ദാറ്റ് അതാണ് മലയാളീസിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ പോയാലും, ഇപ്പം നമ്മൾ ഫ്രഞ്ചിലാണെങ്കിലും സംസാരിക്കുക, അല്ലെ ചൈനീസ് തന്നെ പറയുമ്പോൾ നമ്മളത് കേൾക്കുമ്പം വി ഹാവ് ദാറ്റ് എബിലിറ്റി ഐ തിങ്ക് for us to understand that there are some words which sound similar. Correct. And we can make that connection. So anganeyano, is that how you were able to sing in all the other different languages? സത്യമായിട്ടും എൻ്റെ വീട്ടിൽ അച്ഛനും അമ്മയും എന്നെയും എൻ്റെ ചേട്ടനെയും വളർത്തിയത് വീട്ടിലിരിക്കുമ്പോൾ മലയാളം മാത്രം. നമ്മൾ വീട്ടിലിരിക്കുമ്പോൾ മാത്രം മലയാളം. ബാക്കി എല്ലാ ദിവസവും സ്കൂളിൽ ചെന്ന് കഴിഞ്ഞാൽ ഇംഗ്ലീഷ്, ഹിന്ദി ആയാൽ കുഴപ്പമില്ല. പക്ഷേ വീട്ടിൽ ഇറ്റ് ഈസ് ഓൾവേസ് മലയാളം. അതുകൊണ്ട് നമ്മുടെ മലയാളം നല്ല സ്ട്രോങ് ആയിരുന്നു. എന്നുവെച്ചാൽ എവിടെ ചെന്നാലും പിടിച്ചേക്കാൻ പറ്റിയ മലയാളമായിരുന്നു. നാട്ടിൽ എവിടെ ചെന്നാലും പിടിച്ചേക്കാൻ പറ്റിയ മലയാളം. സോ അതുകൊണ്ട് നമ്മുടെ മലയാളം ഇത്ര നന്നായിട്ട് അറിയുന്നത് കൊണ്ട് നമുക്ക് വേറെ ഏത് ഭാഷ വേണം നമുക്ക് പാടാം. എന്ന് വെച്ചാൽ ഈ മലയാളത്തിൽ നമ്മുടെ നാക്ക് എങ്ങനെ വേണേൽ വഴങ്ങും. അത് കാരണം നമുക്ക് വേറെ എന്ത് ലാംഗ്വേജ് വേണേൽ പാടാം. പക്ഷെ ബുദ്ധി ഉപയോഗിക്കണം കുറച്ച്. യു ഹാവ് ടു, ഈ സ്വിച്ച് ഓൺ സ്വിച്ച് ഓഫ് ബട്ടൺ നമ്മുടെ മൈൻഡിൽ ഒരെണ്ണം ഉണ്ടായിരിക്കണം. എന്ന് വെച്ചാൽ നമ്മൾ മലയാളിയാണ്, എവിടെ ചെന്നാലും നമുക്ക് മലയാളം ഒരിക്കലും മറക്കാൻ ഒക്കില്ല. എന്ന് വെച്ചാൽ നമ്മുടെ മാതൃഭാഷയാണ് മലയാളം. പക്ഷെ അത് കഴിഞ്ഞാൽ ആ തമിഴിൻ്റെ ഒരു നേറ്റിവിറ്റിയിലോട്ട് നമ്മൾ കയറി ചെല്ലുമ്പോഴത്തേക്കും തമിഴ് പറയാനും പാടാനും വഴക്ക് പറയാനും 2 പള്ള് പറയാനും നമ്മൾ അറിയണം. പക്ഷെ അതിൻ്റെ മോഡിൽ ചെന്നാലേ അവന് ശരിക്കും മനസ്സിലാവത്തുള്ളൂ. അല്ലാണ്ട് സംസാരിച്ചാൽ ഇവൻ മലയാളിയാണെന്ന് അവരിങ്ങനെ ചൂണ്ടി പറയും, ഇവൻ മലയാളിയാണെന്ന്. സോ സിമിലർലി ഹിന്ദി ഓൾസോ സ്കൂളിൽ എഴുതിയും വായിച്ചും പഠിച്ചുകൊണ്ട് സ്കൂളിൽ 8ാം ക്ലാസ് വരെ നമുക്ക് ഹിന്ദി ഉണ്ടായിരുന്നു. സോ അതുകൊണ്ട് അവിടെ രക്ഷപ്പെട്ടു. പക്ഷെ അതല്ലാണ്ട് സംസാരിക്കുക എന്നുള്ളത്, ഞാൻ അബുദാബി ജനിച്ചു വളർന്നുകൊണ്ട് പാതി മുക്കാ പിള്ളേർ നോർത്ത് ഇന്ത്യൻസ് ആയിരുന്നു. മലയാളികൾ ഉണ്ടായിരുന്നു, പക്ഷെ മലയാളി പിള്ളേർ എല്ലാവരും ഹിന്ദിയാണ് സംസാരിക്കുന്നത്. ലൈക്ക് വെൻ ദേ ഹാങ് ഔട്ട് വിത്ത് ഓൾ ദ ഫ്രണ്ട്സ്, നമ്മൾ മലയാളി പിള്ളേർ മാത്രം ഹാങ് ഔട്ട് ചെയ്യുമ്പോൾ മാത്രമേ മലയാളമുള്ളൂ. അത് വളരെ കുറച്ചായിരുന്നു, അധികം ഒന്നും ഇല്ലായിരുന്നു. പിന്നെ ബാക്കി ബംഗാളിയൊക്കെ ഇറ്റ്സ് ജസ്റ്റ് ഇംപ്ലിമെൻറ്റിങ് വാട്ട് എവർ യു ഹാവ് ബിൻ ഇൻസ്റ്റിൽഡ് വിത്ത് ഇൻ യുവർ മൗത്ത്. നമ്മുടെ വായിൻ്റെ അകത്ത് എന്തൊക്കെ ഓൾറെഡി ബിൽറ്റ് ഇൻ ഉണ്ടോ അത് വെച്ച് നമ്മളിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്ത് പിന്നെ ആ കേട്ട് നമ്മൾ പഠിക്കുന്നതാണ് ഓരോരോ ലാംഗ്വേജസ് നമ്മൾ ഈ പാടുന്നത്. സോ അത് വളരെ ബ്രില്യൻ്റ് ആയിട്ട് നമ്മളിങ്ങനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതേ ഉള്ളൂ. സോ ജസ്റ്റ് യൂസ് അറ്റ്ലീസ്റ്റ് 0.5% ഓഫ് എല്ലാവരുടെയും മൈൻഡിലും ബ്രെയിനിൻ്റെ അകത്തൊരു ബ്രില്യൻസ് ഉണ്ട്. ആ ബ്രില്യൻസ് നമ്മളൊന്ന് ടാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എന്ത് വേണേൽ ചെയ്യാം. ആബ്സല്യൂട്ട്ലി അഗ്രി. ബിക്കോസ് നമ്മൾ എസ്പെഷ്യലി അതും ഒരു ഡാൻസർ ആകുമ്പോഴത്തേക്ക് ആ ഭാവം അതുപോലെ യൂസ് ചെയ്താലും നമുക്ക് അതുപോലെ വരും. ബിക്കോസ് ഞാൻ ഫ്രഞ്ച് പഠിച്ചപ്പം എനിക്ക് അത്രയും സംസാരിക്കാനൊന്നും പറ്റത്തില്ല. ബട്ട് എവിടെ പോയി എന്തെങ്കിലുമൊക്കെ 1 or 2 തിങ്സ് ചോദിക്കാം. ബട്ട് ഞാൻ റിയലൈസ് ചെയ്തത് നമ്മൾ ആ മോഡിലാണ് അവർ പറയുന്ന അങ്ങനെ ആ ആക്ഷനൊക്കെ കാണിച്ച് അങ്ങനെ പറഞ്ഞാൽ യുവർ ആക്സെൻറ്റ് ഓൾസോ സൗണ്ട്സ് വെരി ഒത്തൻറ്റിക്, യുവർ പ്രൊനൗൺസിയേഷൻ ഓൾസോ സൗണ്ട്സ് വെരി ഒത്തൻറ്റിക്. ഞാൻ ആദ്യമായിട്ട് അമേരിക്കയിൽ ചെന്നപ്പോൾ തന്നെ
ഞാനൊരു ടോറിനായിരുന്നു ചെന്നത്. അപ്പം അന്നേരം അമേരിക്കൻ ഡാൻസേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ ഷോയിന്. അപ്പോൾ അവർ തന്നെ വന്നിട്ട് ചോദിച്ചു, ലൈക്ക് ഹൗ ആർ യു ഏബിൾ ടു സ്പീക്ക് ഇംഗ്ലീഷ് ലൈക്ക് ദിസ്? It's like, we are not a village. India is not a village. Like, we all can speak English and we all are taught English right from childhood. So, അങ്ങനത്തെ ഒരു ചോദ്യത്തിന് ആക്ച്വലി ഒരു എന്താ പറയുക, ഒരു it doesn't have a place. Yeah, absolutely. It's a good thing they didn't ask you if you still ride on elephants, അല്ലേ? Oh, they asked. പക്ഷേ എനിവേ അമേരിക്കൻസിനെ പറ്റി കുറച്ച് പറഞ്ഞ്, സോറി കാത്രിൻ, ബട്ട് അമേരിക്കൻസിനെ പറ്റി പറയുന്നത് കുറച്ച് പറഞ്ഞാൽ മതി. അക്കരെ. ഐ ഹാവ് എ ക്വസ്റ്റ്യൻ. ഇപ്പം കാത്രിന് വേണ്ടി മോഡൽ, ആക്ടർ, ഡാൻസർ, അതിൻ്റെ ഒരു മോട്ടിവേഷൻ എന്തായിരുന്നു? ആൻഡ് are you still in this field? No, actually, acting and Mative. Vittu. Actually, dancing, actually, childhood, US, or a Catholic school, after school program, or dancing, gymnastics, tap dancing, ballet, allamundo. So that end up, like, put me in that program. So that's how I got into the whole dancing scene. But after we moved to our next town, I left that for so many years. I went to go play piano and things like that. I didn't want to do dancing anymore. And then around 11, 12 years old is when I saw my first Bharatanatyam program. Like, I went to an Arangetram and that's when I saw it. And when I saw it, I told my mama, I want to learn this. So I think that same week, she started putting me in dance class. That's how I got into it. Acting, actually... that way I was pretty shy. I didn't go for anything, but actually into Ammaya, she's a Rinsi Chechi on Akarakachikal. So other Korech episodes on the side role on her, she'll just call me, say, come and do this. So I used to get into that thing. Other Akarakachikal, and in the Perak Jinsia, that's what, like, so 1 or 2 episodes I was doing this. And then I was also, that's how I got introduced to Abhi Verghese, who has done many films, including Monsoon Mangoes. And then I was in Monsoon Mangoes through Abhi Verghese and things like that. So I was doing all these small roles. Actually, then I wanted to go into acting full time. College graduation, then I wanted to go into acting. But after doing it for so many years, I felt like at the time, Indian roles illa, like in the US, there wasn't that many. And I felt like I wanted to do something else. And then that's when we met. And after I moved here, I moved more into blogging, content creating. So that's more what I'm doing right now. Acting start ചെയ്തത് എസ്പെഷ്യലി ദാറ്റ് അക്കരെ കാഴ്ചകൾ, അതൊരു റിയലി ഫണി പ്രോഗ്രാമാണ്. അത് കാണാത്ത ആരും ഇല്ലെന്ന് തോന്നുന്നു. സോ പിന്നെ നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്തത്? ഹൗ ഡിഡ് യു മീറ്റ് ബെന്നി? ആൻഡ് കാത്രിനെ ബെന്നി എങ്ങനെയാ, എന്തോ പാട്ട് പാടിയാണോ പ്രണയിച്ചത്? റൊമാൻസ്ഡ് യു, അല്ലെ ഹൗ ഡിഡ് യു ഫോൾ ഫോർ ഈച്ച് അതർ? ഞാൻ ഉള്ള കാര്യം പറയാം. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഞാൻ ആരെയും പാട്ട് പാടി ഞാൻ പ്രണയിച്ചിട്ടില്ല. ഞാൻ ഇന്നും കാലത്തെ എഴുന്നേറ്റപ്പോൾ കാത്തി കംപ്ലൈൻറ്റ് ചെയ്യുന്നത് കേട്ടാ ഞാൻ എല്ലാ ദിവസവും ഞാൻ എഴുന്നേക്കുന്നത്. കാത്തി പാടിയോ, അല്ലെങ്കിൽ വല്ലപ്പോഴും കൂടി കാത്തി ഇങ്ങനെ കുക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ കാത്തി പാടും. അവശ്രുതിയിൽ നന്നായിട്ട് പാടിക്കൊണ്ടിരിക്കുക. അത് ഞാൻ ഇങ്ങനെ കേൾക്കും. ഈ വീട്ടിൽ ഞാൻ പാടുന്ന ആകെ എൻ്റെ സ്റ്റുഡിയോൻ്റെ അകത്ത് മോസ്റ്റ്ലി. പക്ഷെ ആരെയും ഞാൻ പാടി പ്രേമിച്ചിട്ടില്ല. എനിക്ക് singing അറിയത്തില്ല. I should just put that out there. I'm very bad at singing, like very bad. But just for fun, I just sing off tune. എത്രയും പെട്ടെന്ന് കാത്തി ഇങ്ങനെ വീട്ടിൽ അവിടെ ഇവിടെ ഒക്കെ ഇരുന്ന് പാടുമ്പോഴത്തേക്ക് ഞാനിങ്ങനെ ഓരോരോ ഒളിച്ചൊളിച്ചിരുന്ന ഓരോരോ വീഡിയോ എടുക്കും. അതിന്റെ കമ്പൈലേഷൻ ഞാൻ അന്നേരം നിങ്ങൾ ഒരിക്കലും ചോദിക്കത്തില്ല എന്റെ ശേഷം പാടാറുണ്ടോ എന്ന്. ബട്ട് പാടുന്നത് ഇറ്റ് ഡസന്റ് മാറ്റർ. നമ്മള് പാടുന്ന സന്തോഷമാണ്. No, you're saying that now because you haven't heard me sing. Then if you heard me sing, you will say പാട് വേണ്ട. അത് മൈ ഹസ്ബൻഡ് ഇസ് ഓൾസോ ലൈക്ക് ദാറ്റ്. ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ എപ്പോഴും ഭയങ്കര ഒരു സീരിയസ് ടൈപ്പ് ആളാണ്. അപ്പം ബട്ട് ഫണി ഓൾസോ ഇൻ ഹിസ് ഓൺ വേ. ബട്ട് ചിലപ്പം ഒരു പാട്ട് പാടും. അപ്പം ഞാൻ ഓർക്കും ഇത് ഏത് പാട്ടാണ് പാടുന്നത്, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പം ഞാൻ പറയും ഈ പാട്ട് അറിയത്തില്ല, ഈ പാട്ട്. ഞാൻ പറയും അയ്യോ അതിൻ്റെ ട്യൂണേ അല്ല, വേറെ എന്തോ പാട്ട്.
അപ്പം അങ്ങനെ. ബട്ട് എനിവേ, അപ്പം നിങ്ങൾ എങ്ങനെയാ മീറ്റ് ചെയ്ത്? ആ റൊമാൻസ് ഒക്കെ എങ്ങനെയായിരുന്നു നടന്നത്? കാത്തിയുടെ ഒരു പഴയ ഫ്രണ്ടായിരുന്നു. ഞാൻ ആദ്യം US വന്നപ്പോൾ റഹ്മാ സാറിന്റെ ഷോനാണ് വന്നത്. അപ്പോൾ ആ ടൂറിന് വന്നപ്പോൾ ഒരു കോറിയോഗ്രാഫർ ഉണ്ടായിരുന്നു, സൊഹറ മോഗുൽ എന്ന് പറഞ്ഞിട്ട്. ഷീസ് ഹാഫ് ബാംഗ്ലാദേശി ഹാഫ് പാകിസ്ഥാനി. അപ്പോൾ നമ്മൾ വളരെ ക്ലോസ് ഫ്രണ്ട്സ് ആയിരുന്നു ആ ടൂറിന്റെ സമയത്ത്. ഷീ യൂസ് ടു ടീച്ചേഴ്സ് ഡാൻസ്, വി യൂസ് ടു ഹാങ് ഔട്ട് ഓൾസോ ആൻഡ് സ്പീക്ക്. എന്നിട്ട് പിന്നെ ഒരു 4 വർഷം കഴിഞ്ഞിട്ട് ആ ടൂർ വിട്ടതിന് ശേഷം എനിക്ക് ഒരു കണക്ഷനും ഇല്ല ആ സ്ത്രീയായിട്ട്. സോ വൺ ഡേ മാർച്ചിലെങ്ങാണ്ടോ 2014 എനിക്കൊരു മെസ്സേജ് അയച്ചു, ഹായ് സീ ഹിയർ, ഐ യു സ്റ്റിൽ സിംഗിൾ. ഞാൻ പറഞ്ഞു ഇതാരാ ഈ മനുഷ്യൻ, ഒരു എന്താ പറയുക, ഗുഡ് മോർണിംഗ് ഇല്ല, ഗുഡ് ആഫ്റ്റർനൂൺ ഇല്ല, ഹായ് ഇല്ല, ഹലോ ഇല്ല, നേരെ ചെന്ന് ഐ യു സ്റ്റിൽ സിംഗിൾ, ഐ യു സ്റ്റിൽ സിംഗിൾ. ഞാൻ അന്നും സിംഗിളായിരുന്നു, അതിനുശേഷം ഞാൻ സിംഗിളായിരുന്നു. അപ്പൊ ഞാൻ വിചാരിച്ചു ഇത് ആരായി ചോദിക്കുന്നത്, ഹൂസ് ദിസ്? അപ്പോൾ പറഞ്ഞു ഐ എം സൊഹറ ഹിയർ. ഓ സൊഹറ, ഓക്കെ ഹായ്. അപ്പോൾ പറഞ്ഞു, എന്നിട്ട് പറഞ്ഞു ഐ യു സ്റ്റിൽ സിംഗിൾ? ഐ എം വെരി മച്ച് സിംഗിൾ. എന്നിട്ട് പറഞ്ഞു ദർ ഇസ് എ ഫ്രണ്ട് ഓഫ് മൈൻ, ഐ തിങ്ക് യു ഗൈസ് ഷുഡ് ടോക്ക്, ഐ തിങ്ക് യു ആർ പെർഫെക്റ്റ് ഫോർ ഈച്ച് അതർ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഐ നോ വാട്ട് മെയ്ഡ് us say that. പിന്നെ കാത്തിയുടെ ഫോട്ടോ അയച്ചു. പിന്നെ കാത്തിയുടെ അടുത്ത് ഇങ്ങനെ സംസാരിച്ച് തുടങ്ങി. നമ്മൾ മനസ്സിലാക്കി കാത്തി വളരെ സിമ്പിളാണ്, അറ്റ് ഹാർട്ട് ഷീ ഈസ് വെരി സിമ്പിൾ. അതുകൊണ്ട് നമ്മൾ ഭയങ്കരമായിട്ട് ജെല്ലായി. പിന്നെ അത് പക്ഷെ ആക്ച്വലി കാത്തിക്ക് അറിയത്തില്ലായിരുന്നു. കാത്തി ഈ സോറ എടുത്ത് സംസാരിക്കുമ്പോഴാണ് അറിയുന്ന കാത്തിയുടെ ഫോണിന്റെ അകത്തിരിക്കുന്ന പാതി സോങ്സ് ഞാനാ പാടിയിരിക്കുന്നത്. എനിക്ക് അറിയത്തില്ല. കാത്തി തമിഴായിരുന്നെങ്കിൽ കാത്തിക്ക് വിനയ് താണ്ടി വരുവായ അറിയായിരുന്നു. വിനയ് താണ്ടി വരുവായി ഓമന പന്നെ. Yeah, exactly. It was in her phone, but she didn't know I sang it. I only knew Badtameez Dil and Disco Diwani. Randa matram njan ariyad Benny the part. But I didn't even know he had a Tamil career. Frankly speaking, I didn't even know at that point in 2014 he was very, very big in Tamil. He was singing in Tamil for I don't know so many years. I had no idea. I didn't know a single song of Tamil. She still doesn't know a single song. I even actually chumma even now adu manasilayo. I mean, did you like the music for the music, or did you understand the words in the music? Nothing. I just like the music. Omana Penne ada njan manasila ada, like Malayalam ada quite similar, so I understood what that meant. പക്ഷെ അത് വേറെ തമിഴ് സോങ്സ് ആണ്, എനിക്ക് ഒട്ടും അറിയത്തില്ല the translation. And I didn't know, we didn't watch, നമ്മൾ വീട്ടിൽ നമ്മള് മൂവീസ് നമ്മള് കണ്ടില്ല. Like എന്റെ പാപ്പ they used to never watch movies at home. നമ്മൾ വീട്ടിൽ like എന്റെ പാപ്പ ഒത്തിരി ഇഷ്ടമില്ല. ഇവരുടെ വീട്ടിൽ അവർ കാണുന്ന ആക്ച്വലി ഡിസ്നി ചാനലാണ് ഏറ്റവും കൂടുതൽ. അയ്യോ അത് മാത്രമല്ല, പിന്നെ കാത്തിയുടെ അച്ഛൻ എപ്പോഴും കാണുന്നത് ഗോഡ് ഫാദറാ, പഴയ മാർലൻ ബ്രാൻഡോയുടെ ഗോഡ് ഫാദറാ. അത് എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്ന് അദ്ദേഹത്തിന് പോലും അറിയത്തില്ല. ഒരു 30-40 പ്രാവശ്യമെങ്കിലും കണ്ടാണ് ആ പടം. He loves that movie. എന്റെ അപ്പൊ ഓരോ ആക്ട്രസ് ഭയങ്കര ഇഷ്ടമാണ്. അത് ജൂലിയ റോബർട്സ്. എല്ലാം ജൂലിയ റോബർട്സ്. He loves Julia Roberts. And he'll watch which is that movie, Cathy? Pretty Woman all the time. He loves Pretty and Woman. he just calls it Pretty Lady. Ada bathroom. Yeah, പടത്തിന് പേര് Pretty Woman എന്ന് പറയാ. Let's watch Pretty Lady എന്നാ പറയുന്നത്. അപ്പൊ ഒരു ഗോഡ് ഫാദർ ഫീൽ ഉണ്ടായിരുന്നോ നിങ്ങള് റൊമാൻസ് എവിടെ? ഏത് മലയാളം ഗോഡ് ഫാദർ ആണോ അതോ മലയാളം ഗോഡ് ഫാദർ ആണോ അതോ ഇംഗ്ലീഷ് ഗോഡ് ഫാദർ ആണോ? മലയാളം ഗോഡ് ഫാദറിന്റെ കഥയൊന്നും നടന്നില്ല. ഇത് വളരെ ഈസി ആയിട്ടല്ല നടന്നത്, അതുകൊണ്ട് കുഴപ്പമില്ല. ബട്ട് മൈ ഇൻലോസ് അവർക്ക് ശരിക്കും പറഞ്ഞാൽ എന്നെ ഇഷ്ടപ്പെട്ടെന്ന് വെച്ചാൽ എന്റെ മലയാളം കാരണം. നമ്മള് മീറ്റ് ഒരാൾ അറ്റ്ലീസ്റ്റ് ഫാമിലി നന്നായിട്ട് മലയാളം പറയുമല്ലോ എന്ന് ഓർത്ത് അല്ലേ? ഇല്ലില്ല, ഞാൻ നാട്ടിൽ നിന്നല്ല, അതൊന്നും കുഴപ്പമില്ലായിരുന്നു. പക്ഷെ ഇവരുടെ കുടുംബത്തില് ഇവര് 3 സിബ്ലിങ്സാ. ചേച്ചി, ചാളി ചേട്ടൻ, പിന്നെ കാത്തി. ഇവര് 3 പേരും മലയാളം സംസാരിക്കത്തില്ല, അത്രയ്ക്ക് ബ്യൂട്ടിഫുൾ ആയിട്ട് സംസാരിക്കത്തില്ല. ഞാൻ പറയുന്നത് ചുമ്മാ കളിയാക്കും കേട്ടോ. പക്ഷെ അച്ഛനും അമ്മയും നന്നായിട്ട് മലയാളം സംസാരിക്കും. അച്ഛൻ പിന്നെ ഇവര് ആറന്മുളയെന്ന് അച്ഛന്റെ സ്ഥലം, പിന്നെ അമ്മ കുംബാംബയ എന്നൊരു സ്ഥലത്ത്, കുംബാംബയ. പക്ഷെ അമ്മ ജനിച്ചു വളർന്ന ഝാൻസി, ഷോലാപൂർ അവിടുന്ന്. Actually, she only learned Malayalam. Even my mom only learned Malayalam after marriage. She didn't know that Malayalam. Yeah, mostly Hindi. Mostly Hindi, Marathi she used to speak. And ഞാൻ അച്ഛനെ അമ്മേനെ ആക്ച്വലി മീറ്റ് ചെയ്യാൻ ചെന്നിരുന്നു ഒരിക്കൽ. നമ്മളൊരു വർഷം ഡേറ്റിംഗ് കഴിഞ്ഞപ്പോഴത്തേക്കും കാത്തി കാര്യം അവതരിപ്പിച്ചു അവിടെ വീട്ടില്.
അപ്പോൾ അവർ കുറച്ച് ടെൻഷനായി. ഇവൻ നാട്ടിലാണ്, ബോംബെയിലാണ്, ഇൻഡസ്ട്രിയിലാണ്, ഹൗ ഡു വി ലുക്ക് അറ്റ് ഹിം, വാട്ട് ഇസ് ഹി ഔട്ട്ലുക്ക്, വാട്ട് കൈൻഡ് ഓഫ് എ പേഴ്സൺ, റിലിജൻ, ഹിന്ദു, ക്രിസ്ത്യൻ. സോ അങ്ങനെ. പക്ഷെ ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞു, ഞാൻ പറഞ്ഞു December 31st, എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, 2014 December 31st ഞാൻ കൊച്ചിയിൽ ഒരു ഷോ ചെയ്തുകൊണ്ടിരുന്ന ഷോ കഴിഞ്ഞിട്ട് രാത്രി വന്ന് ഞാൻ വീഡിയോ കോൾ ചെയ്തപ്പോൾ പറഞ്ഞു എനിക്കൊരു പെൺകുട്ടീനെ ഇഷ്ടമാണ്. അപ്പോഴത്തേക്കും കുട്ടി ക്രിസ്ത്യാനിയാ, US ഒറിജിനലി ഫ്രം ആറന്മുള എന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്കും അച്ഛൻ ആദ്യം ചോദിക്കാം, എപ്പോഴാ കല്യാണം, ഇതാ ആദ്യം ചോദിക്കുന്നത്. സോ ഇറ്റ്സ് ലൈക്ക് യുനോ ഹി വാസ് ജസ്റ്റ് വെയിറ്റിംഗ് ഫോർ മീ ടു ഗെറ്റ് മാരിഡ്. അതുകൊണ്ട് അങ്ങനെ അതങ്ങ് പാസ്സായി കഴിഞ്ഞു. പിന്നെ അച്ഛന്മാർ രണ്ടുപേരും സംസാരിച്ചു മാർച്ചിൽ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ മാർച്ച് എൻഡിൽ ഞാൻ പോയി US പോയി മീറ്റ് ചെയ്യാൻ. അന്നേരം കാത്തിനെ സർപ്രൈസ് ചെയ്യാൻ പോയത്, ഒരു 1 year ആനിവേഴ്സറി എന്ന് പറഞ്ഞ് സർപ്രൈസ് ചെയ്യാൻ പോയിട്ട് ഞാൻ അച്ഛനെ മീറ്റ് ചെയ്തു, അച്ഛനമ്മേനെ രണ്ടുപേരെയും മീറ്റ് ചെയ്തു. അങ്ങനെ അവർ ഒന്ന് ബോധ്യമായത്, ഓക്കെ ഫൈൻ, ഹീസ് എ വെരി ഗ്രൗണ്ടഡ് മലയാളി, which is a good thing. ആൻഡ് മലയാളം നന്നായിട്ട് പ്രശ്നമില്ലാത്ത ആളാണ്. ഇല്ല അതല്ല എന്ന് വെച്ചാൽ മലയാളം നന്നായിട്ട് സംസാരിക്കുന്നു എന്നുള്ളൊരു എന്താ പറയാ, ഒരു they were highly impressed by the fact that I can speak Malayalam so well. And you can see after they spoke in Malayalam, like even my parents, they were a little more relaxed on it. They were like much more calm, and their perspective of the entire thing really changed. പിന്നെ കാത്തിയുടെ അച്ഛൻ ഒത്തിരി ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. അതെന്ന് വെച്ചാൽ ഇൻഡസ്ട്രിയിൽ എങ്ങനെയാണ്, അതാണ്. സോ അതൊരു 1000 ചോദ്യങ്ങൾ, അതിന് ഉത്തരം ഞാൻ കൊടുത്തു. എല്ലാ ചോദ്യങ്ങൾക്കും ഞാൻ ഉത്തരം കൊടുത്തു, ഒന്നും നമ്മൾ സ്പെയർ ചെയ്തില്ല. പിന്നെ അവസാനം കണക്ട് ചെയ്യുന്നത് ആക്ച്വലി ഒരു ജോക്കിന്റെ പുറത്തായിരുന്നു. എന്ന് വെച്ചാൽ കാത്തി ആക്ച്വലി, മമ്മി എപ്പോഴും പറയും, കാത്തി ആക്ച്വലി ചിരിക്കേണ്ടേ അല്ലായിരുന്നു. ബിക്കോസ് യുനോ വെൻ ഷീ വാസ് പ്രഗ്നന്റ് വിത്ത് കാത്തി, ഡോക്ടേഴ്സ് ഒത്തിരി പേര് ഒഴിഞ്ഞു. അവർ പറഞ്ഞു, ഇല്ല, ഈ ഡെലിവറി ചെയ്യരുത്, ഇറ്റ്സ് വെരി ഡേഞ്ചറസ്, കുട്ടി ജനിച്ചു കഴിഞ്ഞാൽ കുട്ടിക്ക് എന്താ പറയുക, ഡൗൺ സിൻഡ്രോം ആവാനോ മന്ദബുദ്ധി ആവാനോ വളരെ ചാൻസസ് അധികമാണ് എന്ന് പറഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മൈൻഡിൽ, ഞാൻ അതിനിപ്പോൾ 1 വർഷമായിട്ട് ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ, അപ്പം ഞാൻ മന്ദബുദ്ധിക്ക് വലിയ കുറവൊന്നുമില്ല, ഞാൻ ഇങ്ങനെ എൻ്റെ മൈൻഡിൽ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അന്നേരം കാത്തിൻ്റെ അച്ഛൻ പറയാം, പക്ഷെ ബെന്നി, കാത്തിക്ക് അങ്ങനെ മന്ദബുദ്ധിക്ക് വലിയ കുറവൊന്നുമില്ല ഇപ്പോഴും. ഞാൻ എൻ്റെ മനസ്സിലാലോചിച്ച കാര്യം അപ്പൊ തുറന്നങ്ങ് പറഞ്ഞു. അവിടെ നമ്മൾ ഞാൻ പറഞ്ഞു, എന്റെ ദൈവമേ, ഐ സെഡ് യു ജസ്റ്റ് ടോൾഡ് ദ വേർഡ്സ് ഔട്ട് ഓഫ് മൈ മൗത്ത് എന്ന് പറഞ്ഞ് അവിടെയായിരുന്നു നമ്മളെ ശരിക്കും അങ്ങ് ബഡീസ് ആയത്. പിന്നെ അവിടുന്ന് പിന്നെ ഇറ്റ് വാസ് ജസ്റ്റ് ലൈക്ക് നോ ലുക്കിംഗ് ബാക്ക്, എവറിത്തിങ് മൂവിംഗ് ഫോർവേഡ്, എൻഗേജ്മെന്റ്, വെഡിങ്, ഒന്നൊന്നായിട്ട് ഇങ്ങനെ തീർന്നു. Now everyone loves Benny, my entire family. They'll ask how Benny is doing before they ask about me. All my uncles, our cousins, everything. They'll just be like, how's Benny? What about me? They just want to speak to him. ഇറ്റ് ഓൾവേസ് ഹാപ്പൻസ് അങ്ങനെ. ആദ്യം ഭയങ്കര പ്രയാസമായിരിക്കും, പിന്നെ അത് കഴിഞ്ഞ് ദേ ആർ മോർ ഫാമിലി ദൻ യു ആർ. സോ പക്ഷെ കൊല്ലത്ത് വന്നു കഴിഞ്ഞാൽ എനിക്ക് ഒരു വിലയില്ല. There has to be some balance ഉണ്ട്. Correct. അതെ അങ്ങനെ തന്നെ വേണം. അപ്പം മൈ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് ടു യു ക്യാപ്റ്റൻ. ഈ പെന്നി ദയാൽ എന്ന പാട്ടുകാരൻ്റെ കൂടെ ഉള്ള ജീവിതം എന്താ? അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ തുടങ്ങുന്നതിന് മുമ്പേ ഞാൻ ചോദിച്ചു, അത് രാവിലെ പാട്ട് കേൾക്കുമോ അല്ല മൂഡിയാണോ? ഇപ്പം നമുക്ക് ഈ സംസാരത്തിൽ കാണാൻ നല്ല ഭയങ്കര ജോക്കൊക്കെ പറഞ്ഞ് ഭയങ്കര ഫൺ പേഴ്സൺ ആണെന്ന്. ബട്ട് ആക്ച്വലി എങ്ങനെയാ, ഹൗ ഇസ് ഹി ആസ് ടു സംബഡി ടു ലിവ് വിത്ത്, ആസ് എ മ്യൂസിഷ്യൻ, ആസ് ദി ഫേമസ് സിംഗർ? I think actually I don't think of it that way. I think I try to stay away from it. I wanna jolly separate I don't look at it that way, because but like I know his work is very stressful. So either I want to tanne cheda, and I don't question too much about it. I mean, I ask how you doing, things like that. But it's very simple. I mean, chumma the singing, he's like, when he sings in a very joking voice. I don't know if you see his voiceovers on Instagram, other VT or the allam either. So he doesn't like sing. Everyone thinks, oh, he must be singing you to sleep. I'm like, no, that's not how it works. It's not like that. But at the same time, I want a dedication on Apple and Nanoki, that music dedication paingra. So I think that you just really respect anything. Last year in the US lockdown time, and even my parents got to see, like, no one really looks at him also as that this is Benny Dayal, Bollywood singer. They're into Benny Dayal, into husband, into Benny Dayal, son,
son-in-law. But you definitely see his dedication to his music, his dedication to this career he has chosen. I think that is also something, I think you were talking a little about earlier about young kids and stuff. I think that's something young kids really lack. I think, because of Instagram and TikTok, they want this fame quickly. This is how many years? 15 years of work he's put in to get to where he is. So I think you really see that. I mean, that's for how I see is like, I don't think of it as about Benny Dayal Payangara singer. I just look at he's my husband, and I see more as a husband role, the dedication he puts into his work and providing for his family. Other that's how it is for me, at least. So how is it to live with me, Cathy? How is it to live with me? It's nice. Okay. See, he needed that validate. That was the question I asked. No, that's the question you should answer. No, I was saying, like, it's not like oh, he's singing all the time or anything. He's not like that. He really enjoys cooking. I let him cook. If he's in the mood to cook, he wants to cook something, we do that. So I think that we're just like a very If he wants to cook, in the കാലത്ത് എഴുന്നേറ്റ് പറഞ്ഞു, go make breakfast എന്ന് പറയാ. I'm lazy today, you cook. ഇങ്ങനെ പറയുന്നത്. ബെട്ടിയില്ല, ടീ കാത്തി ഉണ്ടാക്കും. ഞാൻ ചായ ഉണ്ടാക്കി ഒരിക്കലും ശരിയാകത്തില്ല. അല്ല, ഉണ്ടാക്കാം, പക്ഷെ എനിക്ക് അങ്ങനെ ചായ കുടിച്ച് എന്താ പറയാ പരിചയമില്ല. എന്ന് വെച്ചാൽ ചെറുപ്പത്തോട്ട് ഒരു ശീലമില്ല ചായ, കോഫി. ബട്ട് ഇത് ഇവിടെ അമേരിക്കനാ, ഓൾ അമേരിക്കൻ. കോഫി, ടീ ഇല്ലാണ്ട് പറ്റൂല. എനിക്കും അങ്ങനെ. ഐ ഡോണ്ട് ഡ്രിങ്ക് കോഫി ആൻഡ് ടീ. സോ ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ്. ഈ രാവിലെ എല്ലാരും പറയും. എന്റെ ഡ്രിങ്കിങ് അപ്പാരറ്റസ് ഇതാണ്. ഇതും കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചുറ്റുന്നത്. ഈ വാട്ടർ ബോട്ടിലും കൊണ്ടാണ് ഞാൻ എപ്പോഴും ചുറ്റുന്നത്. ഈ വീട്ടിനകത്ത് എപ്പോഴും ഇത് നിറയ്ക്കുക കുടിക്കുക എന്നാണ്. നല്ലൊരു ഹാബിറ്റാണ്. സോ ദാറ്റ്സ് വെരി ഗുഡ്. വെള്ളം കുടിച്ചാൽ മതി, അത് മതി. ചിലപ്പോൾ നമുക്ക് വിശപ്പാണ്, ബട്ട് ആക്ച്വലി ഇറ്റ്സ് ഓൺലി തേഴ്സ്റ്റ്. സോ അപ്പോൾ നമ്മൾ വെള്ളം കുടിച്ചാൽ എല്ലാം ശരിയായിക്കോളും. So I just want to say thank you. It was really fun to talk to both of you. Ee samayam, for taking this time and talking to us also. And പോന്നതിന് മുമ്പേ പിന്നെ ഒരു പാട്ട് പാടുമോ? ഞാനൊരു പാട്ട് പാടാം. This is what I listen to. അതൊരു 2 വേർഡ് അല്ലേ ഉള്ളായിരുന്നു. അറ്റ്ലീസ്റ്റ് ഒരു 2-3 സെന്റൻസ്. ഞാനെന്ത് പാടാനാ ദൈവമേ. മലയാളികൾക്ക് മലയാളമല്ലേ പാടണ്ട. അപ്പൊ ഞാനൊരു മലയാളം പാട്ട്. അല്ല, കാത്രിന് ഏറ്റവും ഇഷ്ടമുള്ള പാട്ട് അത് പാടിയാൽ മതി. ഓമന പെണ്ണെ ഓമാന പെണ്ണെ ഓമാന പെണ്ണെ ഓമന പെണ്ണെ ഓമന ഓമന പെണ്ണെ ഓമന പെണ്ണെ ഓമന പെണ്ണെ ഉனை മറന്നിട മുടിയാതെ ഓമന പെണ്ണെ ഉയർ തരുവത് സരിതാനെ. Thank you. That was fantastic. Thank you very much, both of you, and wish you both all the best, and may life continue like this always. Thank you, Tanu. Thank you so much. Thank you. നന്ദി കേട്ടുകൊണ്ടിരുന്നതിന്. അഭിപ്രായങ്ങൾ അറിയിക്കുമല്ലോ, ഒപ്പം നിർദ്ദേശങ്ങളും. സബ്സ്ക്രൈബ് ചെയ്യാൻ മടി വേണ്ട കേട്ടോ. ഷെയർ ചെയ്യാൻ മനസ്സ് പറഞ്ഞാൽ ഒട്ടും താമസിക്കരുതേ. ഷെയർ. വീണ്ടും ആന ചേനയോട് കഥ പറയുന്നത് കേൾക്കാൻ വരുമല്ലോ. അതാ ആനക്കാര്യം ചേനക്കാര്യം. വീണ്ടും കേൾക്കും വരെ മംഗളം.